ഹലോ, വെൽക്കം ടു കിച്ചൺ ഡിലൈറ്റ്സ്. ഇന്ന് ഞാനൊരു എഗ് സ്റ്റ്യൂവിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. സാധാരണയായിട്ട് നമ്മൾ വെജിറ്റബിൾസ്, ചിക്കൻ, മട്ടനൊക്കെ വെച്ചിട്ട് സ്റ്റ്യൂ ഉണ്ടാക്കാറുണ്ട്. അതിനേക്കാളുമൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് മുട്ട സ്റ്റ്യൂ. ഈ സ്റ്റ്യൂവിന് പൊതുവേ ഇച്ചിരി ലൈറ്റായിട്ടുള്ളൊരു ഫ്ലേവറാണല്ലോ. അതുകൊണ്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ആയ പാലപ്പം, ഇടിയപ്പം ഇതിനൊക്കെ തന്നെയാണ് നല്ലൊരു കോമ്പിനേഷനായിട്ട് വരിക. അപ്പോൾ നമുക്ക് സമയം കളയാതെ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് 2 ചെറിയ കഷ്ണം കറുവപ്പട്ട, 3 ഏലക്ക, 4 ഗ്രാമ്പൂ എന്നിവ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുക. ഈ സ്പൈസസിൻ്റെ നല്ലൊരു മണവും വന്ന് ഒന്ന് പൊട്ടി തുടങ്ങുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ചെറിയ പിടി കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്. ഈ കാഷ്യൂനട്ടിൻ്റെ കളർ മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിടി റേസിൻസ് അഥവാ ഉണക്കമുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാഷ്യൂനട്ട് ഒഴിവാക്കിയാലും ഇത് ഒഴിവാക്കാതിരിക്കുന്നതാണ് നല്ലത്. ഉണക്കമുന്തിരി ചേർത്ത് കഴിഞ്ഞാൽ അതൊന്ന് വീർത്ത് വരുന്നത് വരെ നമുക്കൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. പക്ഷേ ഒരുപാട് ബ്രൗൺ കളറൊന്നും ആയി പോകാൻ പാടില്ല. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതും ആ പച്ചമണം ജസ്റ്റ് ഒന്ന് മാറുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ബ്രൗൺ കളറായി പോകരുത്. അടുത്തതായിട്ട് നമുക്ക് ഒരു വലിയ സവോള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറിയ സവോളയാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം വരെ ചേർത്ത് കൊടുക്കുക. സവോള നല്ല സോഫ്റ്റായിട്ട് വരുന്നത് സോട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് നടുവേ കീറിയതും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം എരിവില്ലാത്ത രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഒരു പച്ചമുളക് ചേർക്കുന്നത്. കുറച്ചും കൂടി എരിവ് വേണമെന്നുള്ളവർക്ക് 2 പച്ചമുളക് വരെയൊക്കെ ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവോള നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവുന്നത് വരെ എല്ലാം കൂടി സോട്ട് ചെയ്ത് കൊടുക്കുക. പക്ഷേ സവോള ബ്രൗൺ ആയി പോകരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ സ്റ്റ്യൂവിൻ്റെ കളറേ മാറിപ്പോകും. സവോളയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു 1 മുതൽ 1.5 കപ്പ് വരെ 2ാം പാല് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ ഈ 2ാം പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചാൽ മതി. ഇപ്പം നമ്മുടെ 2ാം പാല് നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് മുട്ട പുഴുങ്ങി വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 മുട്ടയാണ് ചേർത്തിരിക്കുന്നത്. ഇതിങ്ങനെ ഒരു മുട്ട എടുത്ത് ഇങ്ങനെ ഹാഫായിട്ട് മുറിച്ചിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ മുട്ടയിലേക്കും ഈ സ്റ്റ്യൂവിൻ്റെ നല്ലൊരു ഫ്ലേവർ വരും. അതേപോലെ നമ്മുടെ ഗ്രേവിക്കും മുട്ടയുടെ ചെറിയൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഇത് സഹായിക്കും. ഇനി നമുക്കിതിലേക്ക് 1ാം പാല് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 കപ്പ് 1ാം പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ 1ാം പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മുടെ മുട്ടയൊന്നും ഉടഞ്ഞു പോകാത്ത രീതിയിൽ ഇച്ചിരി കെയർഫുള്ളായിട്ട് വേണം ഇളക്കാനായിട്ട്. ഈ തേങ്ങാപ്പാൽ ഒരുപാട് കിടന്നങ്ങ് തിളക്കരുത്. ജസ്റ്റ് ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പോളം ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണൽ ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. ഇത് ചേർക്കാതെ തന്നെ നമ്മുടെ സ്റ്റ്യൂവിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. പക്ഷേ ഇത് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ക്രീമി ടേസ്റ്റ് കിട്ടുമെന്ന് മാത്രം. നമ്മൾ ചേർത്ത ക്രീം നന്നായിട്ടൊന്ന് ചൂടാവുന്നത് വരെ വീണ്ടും നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതും ഇനി ഒരുപാട് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള നമ്മുടെ എഗ് സ്റ്റ്യൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്കിത് സെർവ് ചെയ്യാം. എല്ലാവരും ഒരു തവണ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് തീർച്ചയായിട്ടും അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.